പെരുന്നാൾ സ്പെഷ്യലായിട്ട് നല്ലൊരു ബീഫ് ബിരിയാണിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ മുന്നേ ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇതും മറ്റൊരു രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു കിടിലൻ ബീഫ് ബിരിയാണിയാണ്. നമ്മൾ സവാളയൊക്കെ ഫ്രൈ ചെയ്ത് ചേർത്തിട്ടുണ്ടാക്കുന്ന ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കിലോഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. ബിരിയാണിക്ക് വേണ്ടിയിട്ട് ബീഫ് എടുക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, എങ്കിലേ നല്ല രുചി ഉണ്ടാവുള്ളൂ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ബീഫ് എല്ലോട് കൂടിയിട്ട് കിട്ടില്ല, അപ്പോൾ കുഴപ്പമില്ല. എല്ലോട് കൂടിയിട്ട് കിട്ടുകയാണെങ്കിൽ അത് തന്നെ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു സ്ട്രെയിനറിലിട്ടിട്ട് വെള്ളം മുഴുവൻ കളയുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ്. ഞാനിവിടെ 3 വലിയ ബൾബ് വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. ഏകദേശം 1/3 കപ്പ് വരെ ഉണ്ടാവും ഈ വെളുത്തുള്ളി. ചെറിയ ഇന്ത്യൻ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു 2.5 ടേബിൾ സ്പൂൺ വരെ ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 12-14 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുത്താൽ മതിയാവും. ഞാനിവിടെ ഒരു 12-14 എണ്ണം വരെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കൂടുതൽ പേസ്റ്റ് പോലെ ആവണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. ഇതിവിടെ നന്നായിട്ട് ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1.5 കപ്പ് വരെ മല്ലിയില കട്ട് ചെയ്തതും ഒരു 1/2 കപ്പ് വരെ പുതിനയില കട്ട് ചെയ്തതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു പ്രഷർ കുക്കർ എടുത്തിട്ട് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം. ഗരം മസാല പൊടി നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ സാധാരണ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് അത് നോക്കിയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതാണ്, അല്ലെങ്കിൽ കുരുമുളക് പൗഡർ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റിൽ നിന്നും 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വരെ മല്ലിയില കട്ട് ചെയ്തതും ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ വരെ പുതിനയില കട്ട് ചെയ്തതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലൊട്ടും വെള്ളം ചേർക്കണ്ട, ബീഫിൽ നിന്നും ധാരാളം വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് തീരെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. അടച്ചിട്ട് ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. കുക്കർ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 5-6 വിസിൽ വരുന്നത് വരെ ഈ ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ബീഫിൻ്റെ വേവ് എത്രയാണോ അതിനനുസരിച്ച് വേവിച്ചെടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മൾ ഫസ്റ്റ് വിസിൽ വരുന്നത് വരെ കുറച്ച് ഫ്ലെയിം കൂട്ടിക്കൊടുക്കാം. ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക. കാരണം നമ്മളിതിലൊട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഒരുപാട് ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യം വിസിൽ വന്നതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചാൽ മതിയാവും. അങ്ങനെ ഒരു 5-6 വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള അരി ഇവിടെ 4 കപ്പാണ് എടുത്തിരിക്കുന്നത്. 4 കപ്പ് ജീരകശാല അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബസ്മതി അരി വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക ജീരകശാല അരിയാണ്. ഇനി നമുക്ക് ഈ അരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയ അരി ഞാനൊരു സ്ട്രെയിനറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലെ വെള്ളം മുഴുവനൊന്ന് പോയി കിട്ടണം. കാരണം നമ്മൾ ഈ അരി വറുത്തിട്ടാണ് ചോറുണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലെ വെള്ളം മുഴുവനൊന്ന് പോയി കിട്ടണം. അരിയിലെ വെള്ളം പോകുന്ന സമയം കൊണ്ട് നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 വലിയ സവാള വളരെ നേരിയതായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം മുഴുവനായിട്ട് പശുവിൻ നെയ്യാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല രുചിയായിരിക്കും സവാളക്ക്. അപ്പോൾ ഞാനിതിലൊരു 2 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ മുഴുവനും ഒരുമിച്ചിടാൻ കഴിയില്ല. അതുകൊണ്ട് 2 പ്രാവശ്യമായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. സവാള ചേർത്ത ഉടനെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കളർ മാറാൻ തുടങ്ങിയാൽ നിർത്താതെ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇടയ്ക്കിടെ മാത്രം ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക. സവാളയുടെ കളർ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നിർത്താതെ ഇളക്കി കൊടുക്കുക, എങ്കിലേ എല്ലാ ഭാഗവും ഒരേപോലെ ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ. നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്യുക.
ഇപ്പോൾ കണ്ടില്ലേ സവാളയുടെ കളറൊക്കെ മാറി നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഈ സവാള നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എണ്ണയൊക്കെ മുഴുവൻ കളഞ്ഞിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിവിടെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള സവാളയും കൂടി നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റിയ സവാള ഇതുപോലെ ഒന്ന് വിടർത്തി ഇട്ട് കൊടുക്കുക. എങ്കിലേ നല്ല ക്രിസ്പി ആയിട്ടത് നിൽക്കുള്ളൂ. മുഴുവൻ സവാളയും നമ്മളിവിടെ ഇതേപോലെ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇതൊക്കെ ഇങ്ങനെ നന്നായിട്ട് വിടർത്തി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് ഈ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് കശുവണ്ടി ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ കുറച്ച് കശുവണ്ടി ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യാം. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി മാത്രമേ എടുത്തിട്ടുള്ളൂ. മുന്തിരി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇളക്കിയിട്ട് എടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉണക്കമുന്തിരിയും കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഇവിടെ പ്ലേറ്റിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ചോറുണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സവാള ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച എണ്ണയിൽ നിന്നും ഒരു 8-9 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേറെ നെയ്യൊന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല, കാരണം നമ്മൾ ഈ എണ്ണയിൽ കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പശുവിൻ നെയ്യൊന്നും ഞാൻ ഇതിൽ വേറെ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് 2-3 ചെറിയ കഷ്ണം പട്ട ചേർക്കാം. 3-4 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം. ഒരു 3 ഏലക്കായ് ചേർക്കാം. 2 ബേ ലീവ്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി എണ്ണയിലേക്കൊന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കഴുകി വെള്ളം കളയാൻ വെച്ച അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിയിലെ വെള്ളം മുഴുവനും പോയിട്ടുണ്ട്. അരി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വറുത്തിട്ടുണ്ടാക്കുന്ന ചോറിനൊരു പ്രത്യേക ടേസ്റ്റാണ്. മാത്രമല്ല ചോറിങ്ങനെ ഒട്ടിപ്പിടിക്കുകയില്ല, നല്ല വേറെ വേറെ ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ വറുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കൂട്ടി വെക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുക്കരുത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അരി നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഈ അരി വറുത്ത് റെഡിയായി എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു മണം വരാൻ തുടങ്ങും നമ്മൾ വറുക്കുമ്പോൾ. മാത്രമല്ല നല്ലൊരു സൗണ്ടും വരും. ഈ അരി നമ്മൾ ഇളക്കുന്ന സമയത്ത് ചെറിയൊരു സൗണ്ടും വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ അരി റെഡി ആയിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഈ അരി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളപ്പിച്ചെടുത്ത 6 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ 4 കപ്പ് അരിയാണ് എടുത്തിരുന്നത്, അതുകൊണ്ട് 6 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന രീതിയിലാണ് വെള്ളം എടുക്കേണ്ടത്. വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നല്ല തിളക്കുന്ന വെള്ളം ചേർത്തുകൊണ്ട് ഇതിപ്പോൾ തന്നെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കിവിടെ അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ടൊരു 8-9 മിനിറ്റ് സമയം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അത്രയും സമയം മതിയാവും. അപ്പോഴേക്കും തന്നെ ചോറ് നന്നായിട്ട് വെന്തോളും. പിന്നെ എൻ്റെ അടുത്ത് ചിലരൊക്കെ സംശയം ചോദിക്കാറുണ്ട്, 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയില്ല എന്തുകൊണ്ടാണെന്നൊക്കെ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ ഫ്ലെയിം കുറച്ച് കൊടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബാക്കിയുള്ള സമയം ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളമൊക്കെ വറ്റി ചോറ് വേവാതെയായി പോവും. അതുകൊണ്ടായിരിക്കണം ചോറ് ചിലപ്പോൾ വേവാതെയായി പോകുന്നത്. 1.5 കപ്പ് വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ നെയ്ച്ചോറിൻ്റെ കറക്റ്റ് അളവാണ്. അപ്പോൾ 1.5 കപ്പ് വെള്ളം തന്നെ എടുത്താൽ മതിയാവും. നമ്മൾ ചോറ് അടുപ്പത്ത് വെച്ചിട്ട് ഒരു 8-9 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. കണ്ടില്ലേ, ചോറ് നല്ല പാകത്തിൽ വെന്തിട്ടുണ്ട്. നമ്മൾ 1.5 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ചോറ് നല്ല പാകത്തിലാണ് വെന്തിരിക്കുന്നത്. അതിൽ കൂടുതൽ വെള്ളം ചേർക്കുകയാണെങ്കിൽ ചോറിൻ്റെ വേവ് കൂടിപ്പോവും. ബിരിയാണിക്കൊക്കെ ഒരുപാട് വെന്ത് കഴിഞ്ഞാലും ചോറ് നന്നാവില്ല. അപ്പോൾ 1.5 കപ്പ് വെള്ളം മാത്രമേ ചേർക്കാവൂ. അപ്പോൾ ഈ ചോറ് നമുക്കിവിടെ മാറ്റി വെക്കാം. അടച്ച് വെക്കുക മാറ്റിയിട്ട്. എന്നിട്ട് നമുക്ക് ബീഫ് വെന്തിട്ടുണ്ടോ നോക്കാം. നമ്മൾ നേരത്തെ അടുപ്പത്ത് വെച്ച ബീഫ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ബീഫൊക്കെ നല്ല പാകത്തിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ വെള്ളമൊന്നുമില്ല കേട്ടോ, വെള്ളമൊക്കെ മുഴുവൻ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് ബീഫ് നമ്മൾ വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ കുറേ വെള്ളം ഇതിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വെള്ളം നിങ്ങളൊന്ന് വറ്റിച്ചെടുക്കണം. വെള്ളത്തോട് കൂടിയിട്ട് മസാലയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ മസാലയിൽ വെള്ളം കൂടിപ്പോവും. അതുകൊണ്ട് ബീഫിൽ വെള്ളം കിടക്കുകയാണെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കുക.
പിന്നെ ആ വെള്ളം കളയാനും പാടില്ല. ആ വെള്ളം ബീഫിൽ തന്നെ കിടന്നിട്ട് വറ്റി വരുമ്പോഴാണ് നല്ല രുചി ഉണ്ടാവുക. അതുകൊണ്ട് വെള്ളം ഇരിക്കുകയാണെങ്കിൽ വറ്റിച്ചെടുത്താൽ മതി, വെള്ളം കളയാൻ നിൽക്കണ്ട. അപ്പോൾ നമ്മുടെ ബീഫ് നമുക്കിവിടെ അടച്ച് വെക്കാം. ഇതിൻ്റെ മണമൊന്നും ഒട്ടും പുറത്ത് പോവണ്ട. ഇതിവിടെ അടച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം തന്നെ എടുക്കണം. കാരണം നമ്മൾ ഈ പാത്രത്തിലാണ് ചോറ് ദമ്മിടുന്നത്, ബിരിയാണി ദമ്മിടുന്നത്. അതുകൊണ്ട് ഒരു വലിയ പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഈ പാത്രത്തിലേക്ക് ഞാനൊരു 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 4 സവാള നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 4 കപ്പ് അരിയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 4 സവാളയാണ് എടുക്കേണ്ടത്. സവാള എണ്ണയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റി നല്ല സോഫ്റ്റായി മാറണം. പക്ഷേ കളറൊന്നും മാറി വരണ്ട, നല്ല സോഫ്റ്റായിട്ടൊന്ന് കിട്ടിയാൽ മതി. സവാള ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ മാത്രമേ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് വരെ ഇത് നന്നായിട്ട് ഇതിലേക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. നന്നായിട്ട് വഴറ്റി നല്ലൊരു മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 3 ചെറിയ തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വലിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതിയാവും. തക്കാളി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബിരിയാണിക്കാകുമ്പോൾ ഉപ്പ് കുറച്ചധികം വേണ്ടി വരും. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് ഇത് ചെറിയ തീയിലൊന്ന് വേവിക്കാം. ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരണം, അതിന് വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. സ്പൂൺ വെച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു കഴിയുമ്പോൾ നമുക്കിതിലേക്കൊരു 2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. വേറെ പൊടികളൊന്നും ഇപ്പോൾ ഇതിലേനി ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർക്കുക. വേറെ പൊടികളുടെ ഒന്നും ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് തൈരും കൂടി ചേർക്കാം. പുളിയുള്ള തൈരാണെങ്കിലും കുഴപ്പമില്ല. 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച മല്ലിയിലയും പുതിനയിലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം അവിടെ ബാക്കി വെക്കുക. നമുക്ക് ലാസ്റ്റ് ഒന്ന് ദമ്മിടുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് മാത്രം ബാക്കി വെക്കുക. ബാക്കി മുഴുവനും ഇതിലേക്ക് ഇപ്പോൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലുള്ള എണ്ണയും വെള്ളമൊന്നും കളയാതെ മുഴുവനായിട്ട് എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ചുകൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. എന്നിട്ടൊരു ചെറിയ തീയിൽ 7-8 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ബീഫും മസാലയും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. ഒരു 7-8 മിനിറ്റ് സമയം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചാൽ മതിയാവും. 7-8 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് എല്ലാം കൂടി യോജിച്ച് നല്ല പാകത്തിലായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചോറ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം പകുതി ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചോറ് ചേർക്കുന്ന സമയത്ത് കട്ടയൊന്നും ഇല്ലാതെ ഇതേപോലെ ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പകുതി ചോറ് ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാ സ്ഥലത്തും ഒരേപോലെ ഒന്ന് നിരപ്പാക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഗരം മസാല പൊടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് വിതറി കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ പശുവിൻ നെയ്യും കൂടി ഇതിൻ്റെ മുകളിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു രുചി കിട്ടും പശുവിൻ നെയ്യ് ഈ സമയത്ത് ഒഴിക്കുകയാണെങ്കിൽ. ഒരു 2 ടീസ്പൂൺ വരെ മതിയാവും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും പകുതി ആദ്യം ഇതിലേക്ക് ചേർക്കുക.
പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയുടെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ ഇടുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കശുവണ്ടിയും ഉണക്കമുന്തിരിയും ഒക്കെ കുറച്ചായിട്ട് പകുതിയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ചോറ് മുഴുവൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ ചോറും ചേർത്തതിന് ശേഷം ഒന്ന് നിരപ്പാക്കി കൊടുക്കുക. വീണ്ടും ഗരം മസാല പൊടിയും പശുവിൻ നെയ്യും ഒക്കെ നേരത്തെ ചെയ്തതുപോലെ തന്നെ എല്ലാം ചേർത്ത് കൊടുക്കാം. പശുവിൻ നെയ്യ് നമ്മളൊരു 3-4 ടീസ്പൂണൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കുന്നുള്ളൂ. വീണ്ടും മല്ലിയിലയും പുതിനയിലയും അതേപോലെ ഫ്രൈ ചെയ്ത് വെച്ച ബാക്കിയുള്ള സവാളയും ഒക്കെ ചേർത്ത് കൊടുക്കാം. സവാള വേണമെങ്കിൽ കുറച്ച് അവിടെ ബാക്കി വെക്കാം. നമ്മൾ വിളമ്പുന്ന സമയത്ത് മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സവാളയും കശുവണ്ടിയും ഒക്കെ കുറച്ച് വേണമെങ്കിൽ അവിടെ ബാക്കി വെക്കാം. ബാക്കി മുഴുവൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഇതൊന്ന് ദം ചെയ്തെടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോവും. അപ്പോൾ ഫ്ലെയിം നല്ലോണം കുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ അടിയിൽ എന്തെങ്കിലും പാത്രത്തിൻ്റെ അടപ്പോ മറ്റോ വെച്ച് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അലൂമിനിയം ഫോയിൽ മുകളിൽ കവർ ചെയ്തിട്ടോ അല്ലെങ്കിൽ മൈദയുടെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചിട്ടോ ഒക്കെ ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ നല്ല ടൈറ്റായിട്ടുള്ള അടപ്പായതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ചൂടാവാൻ വേണ്ടിയിട്ട് 15 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 15 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇതിപ്പോൾ പുകയൊക്കെ വരുന്നുണ്ട്, നല്ലൊരു മണവും വരുന്നുണ്ട്. ഭയങ്കര കൊതിപ്പിക്കുന്ന മണമാണ്. നമ്മൾ ദം ചെയ്തിട്ട് ഈ ബിരിയാണി തുറക്കുന്ന സമയത്ത് നല്ലൊരു മണം വരാനുണ്ട്. അപ്പോൾ ആ മണത്തോട് കൂടിയിട്ട് വേണം ഈ ബിരിയാണി ചൂടോടുകൂടി കഴിക്കാൻ. നല്ല രുചിയായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ബിരിയാണി ഒന്ന് വിളമ്പി നോക്കാം. അപ്പോൾ ഈ ബിരിയാണി നമ്മൾ അടച്ചിട്ട് വെക്കണം, തുറന്നിടരുത്. ഇതിൻ്റെ മണം ഒട്ടും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. വിളമ്പാൻ വേണ്ടി മാത്രം തുറന്ന് വെക്കുക. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് വിളമ്പുകയാണ്. നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഈ ബിരിയാണി സെർവ് ചെയ്യാം. വിളമ്പിയതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് വറുത്ത സവാളയും കാഷ്യൂ നട്ടുമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, കുറച്ച് വറുത്ത സവാളയും കാഷ്യൂ നട്ടും ഉണക്കമുന്തിരിയൊക്കെ മുകളിൽ കുറേയൊന്നും ഇടരുത്, കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ബിരിയാണി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്